എഡ്ജൻ ബാസ്റ്റണിൽ ചരിത്രം പിറന്നു. റെക്കോർഡുകൾ പലതും പഴങ്കഥയാക്കിയ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. നായകൻ ഗിൽ മുൻപിൽ നിന്ന് നയിച്ച മത്സരത്തിൽ ഇംഗ്ലീഷ് പടയെ ആധികാരികമായി തന്നെ ഇന്ത്യ തകർത്തു. 336 റൺസ് വിജയം ഇന്ത്യ സ്വന്തമാക്കിയതോടെ 5 മത്സര പരമ്പര നിലവിൽ 1-1 സമനിലയിലായി. കഴിഞ്ഞ മത്സരത്തിൽ എവിടെയാണോ ഇന്ത്യക്ക് പിഴച്ചത് അതെല്ലാം മറികടക്കുന്ന പ്രകടനമാണ് ഇന്ത്യ ആദ്യ ദിനം മുതൽ നടത്തിയത്. പരമ്പരയിൽ പിന്നിൽ നിന്നിട്ടും ബുംറ ഇല്ലാതെ തന്നെയാണ് ഇതിനു മുൻപ് വിജയിക്കാത്ത എഡ്ജൻ ബാസ്റ്റണിൽ ഗില്ലും സംഘവും കളിക്കാൻ ഇറങ്ങിയത്. ഒരിക്കൽ കൂടെ ഇന്ത്യൻ ടോപ്പ് ഓർഡർ മികച്ച പ്രകടനം നടത്തിയപ്പോൾ റെക്കോർഡ് പ്രകടനമാണ് നായകൻ ഗിൽ നടത്തിയത്. സച്ചിനും അതിനുശേഷം കോഹ്ലിയും കളിച്ചിരുന്ന 4-ാം നമ്പറിൽ അവിശ്വസനീയമായ പ്രകടനമാണ് ഗിൽ കാഴ്ചവെച്ചത്. 149 കൊല്ലത്തെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരേ ടെസ്റ്റിൽ തന്നെ ഡബിൾ സെഞ്ചുറിയും 2-ാം ഇന്നിംഗ്സിൽ 150 നേടിയ ആദ്യ താരമെന്ന അപൂർവ റെക്കോർഡ് പ്രകടനമാണ് ഗിൽ നടത്തിയത്. നായകനിൽ നിന്നും ഒരു സൂപ്പർ ഹീറോ പെർഫോമൻസ്. ആദ്യ മത്സരത്തിൽ പഴികേട്ട ലോവർ മിഡിൽ ഓവർ മിന്നും പ്രകടനമാണ് ഈ മത്സരത്തിൽ നടത്തിയത്. 2 ഇന്നിംഗ്സിലും 50യുമായി ജഡേജ മിന്നിയപ്പോൾ മികച്ച പ്രകടനം സുന്ദറും നടത്തി. ഇന്ത്യൻ ബാറ്റർമാരെല്ലാം തങ്ങളുടെ റോൾ കൃത്യമായി ചെയ്തപ്പോൾ 1014 റൺസാണ് ഇന്ത്യ ഈ മത്സരത്തിൽ സ്കോർ ചെയ്തത്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ടീം ഒരു ടെസ്റ്റ് മത്സരത്തിൽ 1000 റൺസ് കൂടുതൽ നേടുന്നത്. എന്നാൽ മത്സരത്തിലെ ശരിക്കുമുള്ള വ്യത്യാസം ബോളിംഗ് തന്നെയായിരുന്നു. ബുംറ ഇല്ലാതെ ഇരുന്നിട്ടും ഗംഭീര പ്രകടനമാണ് സിറാജും ആകാശ് ദീപും നടത്തിയത്. ഇംഗ്ലണ്ട് ബോളർമാർക്ക് ഒന്നും തന്നെ ചെയ്യാനില്ലാതിരുന്ന മത്സരത്തിൽ 10 വിക്കറ്റ് പ്രകടനം നടത്തി ആകാശ് ദീപും 7 വിക്കറ്റ് പ്രകടനം നടത്തിയ സിറാജുമാണ് ശരിക്കും വിജയം ഇന്ത്യക്ക് സമ്മാനിക്കുന്നത്. ന്യൂ ബോളിൽ ഇന്ത്യൻ ബോളർമാർ നടത്തിയ പ്രകടനം ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ തകർത്തു എന്ന് തന്നെ പറയാം. പിച്ചിൽ നിന്നും വലിയ സപ്പോർട്ട് കിട്ടാതിരുന്ന മത്സരത്തിൽ ഇരുവരും നടത്തിയ ഈ പ്രകടനം പരമ്പരയിൽ തന്നെ ഇന്ത്യക്ക് മുൻതൂക്കം നൽകും. ഫീൽഡിംഗ്. ഈ മത്സരത്തിൽ ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിലെ മിസ്റ്റേക്ക് ഒന്നും തന്നെ ആവർത്തിച്ചില്ല. കിട്ടുന്ന അവസരമെല്ലാം ഇന്ത്യൻ ഫീൽഡേഴ്സ് കയ്യിലൊതുക്കി. മറുവശത്ത് ഇംഗ്ലണ്ടിന് ഈ പരമ്പര മുൻപോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ വലുതാണ്. ടോസ് ഡിസിഷൻ മുതൽ ഇംഗ്ലണ്ടിന് പിഴച്ചു. സ്വന്തം നാട്ടിൽ യുവനിരയുമായി വന്ന ഇന്ത്യ 1000 റൺസിൽ കൂടുതൽ സ്കോർ ചെയ്തു എന്ന് പറയുന്നത് തന്നെ നിലവിലെ ഇംഗ്ലണ്ട് ബോളിംഗ് നിരയുടെ പരാജയം എടുത്തു കാണിക്കുന്നു. നവംബറിൽ ആഷസ് പരമ്പരയ്ക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ളപ്പോൾ ബോളിംഗ് ഇംഗ്ലണ്ടിന് തലവേദനയാണ്. എങ്കിലും മിന്നും പ്രകടനമാണ് ജാമി സ്മിത്ത് നടത്തിയത്. ഒടുവിൽ സ്കോർ കാർഡിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ഗില്ലിന്റെ 269ഉം ജഡേജയുടെ 89ന്റെ പിൻബലത്തിൽ 587 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് സ്മിത്തിന്റെ 184ഉം ബ്രൂക്കിന്റെ 158ന്റെ പിൻബലത്തിൽ 407 റൺസ് നേടി. സിറാജിന്റെ 6 വിക്കറ്റ് പ്രകടനത്തിന്റെ പിൻബലത്തിൽ 180 റൺസ് ലീഡ് ഇന്ത്യ നേടി. 2-ാം ഇന്നിംഗ്സിൽ 161 നേടിയ ഗില്ലിന്റെ പിൻബലത്തിൽ ഇന്ത്യ 427ന് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. 608 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 271ന് ഓൾ ഔട്ടായി. ഇന്ത്യക്ക് 336 റൺസ് വിജയം. നായകൻ ഗിൽ തന്നെയാണ് കളിയിലെ താരം.